ഇന്ന് വീട്ടിൽ വെറുതെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് മാങ്ങ ഇരിക്കുന്നുണ്ട്. അപ്പോൾ മാങ്ങ വെച്ച് എന്തെങ്കിലും ഒരു ഐറ്റം ഉണ്ടാക്കിയാലോ. ഐറ്റം എന്നൊക്കെ പറയുമ്പോൾ വലിയ ഗ്രാൻഡ് ഐറ്റം ഒന്നും അല്ല കേട്ടോ. മാങ്ങ അച്ചാർ എൻ്റെ ഫേവറേറ്റ് സംഭവമാണ്. അതിപ്പം മാങ്ങ അച്ചാർ മാത്രമല്ല, അച്ചാർ ഏത് ടൈപ്പ് തന്നാലും ഞാൻ വാരിക്കൊരു തിന്നും. ഈ വീഡിയോ സ്പെഷ്യൽ ആവാൻ ഒരു റീസണും കൂടെയുണ്ട്. കാരണം ഞാൻ ഫസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യാണ് മാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അത് എൻ്റെ അമ്മയുടെ ഹെൽപ്പോടെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്, ഒറ്റയ്ക്കൊന്നും അല്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യമേ മാങ്ങയെല്ലാം നല്ലപോലെ തേച്ച് കഴുകി ചെറിയ കുഞ്ഞു പീസായിട്ട് ഞാൻ അരിഞ്ഞു വെച്ച്, അതിനുശേഷം കുറച്ച് കാന്താരിമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ പൊളിച്ച് അരിഞ്ഞ് ഞാൻ സൈഡാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും കൂടെ. ഇത് നിസ്സാര പണി ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ അച്ചാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അല്ലെങ്കിൽ ഞാനിവിടെ മടി പിടിച്ചിരുന്നേനെ. അപ്പോൾ നമുക്ക് ആദ്യമേ കുറച്ച് എണ്ണ ഒഴിക്കാം. ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് എണ്ണയെല്ലാം നല്ല കട്ടിയായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും കുറച്ച് കടുക് ഇടാം. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, മുളക് എല്ലാം കൂടെ ഇട്ട് പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യാം. പിന്നെ നമ്മുടെ പൊടിവർഗ്ഗങ്ങളാണ് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉലുവാപ്പൊടി, ഈ 3 പൊടികളും കൂടെ ഇട്ട് നമുക്കൊന്ന് വരട്ടിയെടുക്കാം. അതിനുശേഷം കുറച്ചധികം വിനാഗിരിയും കൂടെ നമുക്കിതിനകത്തേക്ക് ഒഴിക്കാം. അപ്പോഴേക്കും നമുക്ക് ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി കിട്ടും. അപ്പോൾ നമുക്ക് നമ്മുടെ മാങ്ങ ഇടാൻ സമയമായിട്ടുണ്ട്. അതെല്ലാം ഇട്ട് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ലാസ്റ്റ് കുറച്ച് കായപ്പൊടി ഇട്ട് നമ്മുടെ മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് എൻ്റെ എല്ലാ ഫേവറേറ്റ് ഐറ്റംസും ഉണ്ട് കേട്ടോ. ചോറ്, ചമ്മന്തി, മുട്ട വറുത്തത്, തോരൻ, മോര്, പിന്നെ നമ്മുടെ അച്ചാറും.